എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആസിഫ് വന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് അല്ലേ? രണ്ടുപേരും നിങ്ങൾ പ്ലേസ് ആയി. വന്ന സമയത്ത് ഈ ഫസ്റ്റ് വരുന്നു, ഓക്കെ, നോർമലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ ഒരു 4 month കഴിഞ്ഞപ്പോഴാണ് ജോബിന് വേണ്ടി ഒരു ഇത്, എനിക്ക് തോന്നുന്നു 11ാമത്തെ ഇന്റർവ്യൂടെ ജോബ് കിട്ടിയത് അല്ലേ? കാരണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ ജോബ് കിട്ടിയ സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ ഒരു കമ്പനിയിൽ ജസ്റ്റ് മിസ്സിന് ഇന്റർവ്യൂ പോയി അല്ലേ? ആ ഒരു ടൈം എങ്ങനെ ഇപ്പോൾ നോക്കി കാണുന്നു? കാരണം അറിയാം, അത്ര എഫേർട്ട് ഇട്ടു, ഒന്നാമത് നോൺ IT ബാക്ക്ഗ്രൗണ്ടാണ്, അതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ജോബ് കിട്ടിയ സമയം എങ്ങനെ ഫീൽ ചെയ്യണത് ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു ടൈം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ പ്രഷർ ചെയ്തുള്ള ടൈം. അതായത് നമ്മൾ ഓൾറെഡി കോഴ്സ് കഴിഞ്ഞു, എന്നിട്ട് ഞാൻ 1ാമത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. 2ാമത്തെ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. 5ാമത്തെ ഇന്റർവ്യൂ ആയി, 8ാമത്തെ ഇന്റർവ്യൂ ആയി, 10ാമത്തെ ഇന്റർവ്യൂ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ടെൻഷനുള്ളൊരു സമയം തന്നെ ആയിരുന്നു അത്. പക്ഷേ നമുക്ക് ആ ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയപ്പോൾ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. ഓക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ് അല്ലേ? ഇപ്പോൾ സീനിയർ പൊസിഷനിലോട്ട് എത്തി. കമ്പനി വൈബൊക്കെ എങ്ങനെയാ? കമ്പനി ഭയങ്കര കോളേജിൽ പോകുന്നു, ഇല്ല, ഭയങ്കര വൈബാണ്. എങ്ങനെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ? പ്രഷറൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനെ പ്രഷറില്ല. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ അധികം ഞങ്ങൾ അതിനെ പ്രഷർ ചെയ്യാറില്ല. ഒരു പുതിയ പ്രൊജക്റ്റ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റി പഠിക്കാനും, ഫ്രണ്ട് എൻഡ് ചെയ്ത് സ്റ്റാക്ക് യൂസ് ചെയ്യണം, ബാക്ക് എൻഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു സെലക്ട് ചെയ്യുന്ന ടൈം പീരീഡ് നമുക്ക് അവർ തരുന്നുണ്ട്. സോ നമുക്ക് അത്ര ഒരു ഫ്രീഡം ഉണ്ട്. അതെ, ഫ്രീഡം ഉണ്ട്.